ഹായ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിഷൻ ബൈ ടി റൂൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഓർമ്മ വേണം. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്, ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഈക്വൽ ടു ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഓരോന്ന് പഠിക്കുമ്പോഴും അത് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ ഡിവിഷൻ ബൈ റൂള് അപ്ലൈ ചെയ്യേണ്ടത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ ബൈ ടി ഈ ഫോമിലാണെങ്കിലാണ് ഡിവിഷൻ ബൈ ടി റൂൾ ഉപയോഗിക്കേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി റൂൾ ഫംഗ്ഷന്റെ അപ്പുറം ഒരു ടീന്റെ പവർ ടി സ്ക്വയറോ ടി ക്യൂബോ ഒക്കെ മൾട്ടിപ്ലൈ നിൽക്കുകയാണെങ്കിൽ, ടി ക്യൂബ് ടി സ്ക്വയർ ടി അങ്ങനെ ടീന്റെ ഏത് പവറും മൾട്ടിപ്ലൈ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി റൂൾ ഉപയോഗിക്കാം. ബൈ ടി എഫ് ഓഫ് ടി ബൈ ടി ഈ ഫോമിലാണെങ്കിൽ ഡിവിഷൻ ബൈ ടി റൂൾ ആണ്. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇ റൈസ് ടു 2t ബൈ ടി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നെ ഉണ്ട് ബൈ ടി ഉണ്ട്. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഡിവിഷൻ ബൈ ടി റൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുക. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ആ ബൈ ടീനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാം. അതിനെ എഫ് ഓഫ് എസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി റൂൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ അവിടെ ആ ടീന്റെ പവർ ടി സ്ക്വയർ ആണെങ്കിൽ ടി സ്ക്വയർ, ടി ക്യൂബ് ആണെങ്കിൽ ടി ക്യൂബ്, അതിനെയാണ് നമ്മൾ മാറ്റി നിർത്തിയിട്ട് ബാക്കി ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിച്ചിട്ടാണ് അതിന് എഫ് ഓഫ് എസ് എന്ന് പേര് കൊടുക്കുന്നത്. ഇവിടെ ഈ ബൈ ടീനെ മാറ്റി നിർത്തി ബാക്കി ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാം. അതിന് നമ്മൾ എഫ് ഓഫ് എസ് എന്ന് പേര് കൊടുക്കാം. സോ ഇവിടെ എൽ ഓഫ് ബൈ ടീനെ മാറ്റി നിർത്തിയാൽ ഇ റൈസ് ടു 2t. അപ്പൊ നമുക്ക് ഇ റൈസ് ടു എ ടിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ അറിയണം. 1 ബൈ എസ് മൈനസ് എ ആണ്. ഈ കേസിൽ എ 2 ആയതുകൊണ്ട് 1 ബൈ എസ് മൈനസ് 2. ഇതാണ് നമ്മളെ എഫ് ഓഫ് എസ്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് കിടക്കാണ്. എൽ ഓഫ് ഇ റൈസ് ടു 2t ബൈ ടി ഈക്വൽ ടു നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. ഈ കേസിൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 1 ബൈ എസ് മൈനസ് 2 ആണ്. 1 ബൈ എസ് മൈനസ് 2 ഡോട്ട് ഡി എസ് ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് 2ന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എസ്. അപ്പൊ ഇത് ചെയ്യണതിൽ നമുക്കൊരു ബേസിക് ഐഡിയ അറിയണം. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ന്യൂമറേറ്ററിൽ എഫ് ഡാഷ് എക്സ് dx equal to log mod f of x പ്ലസ് സി ഉണ്ടാവും. അതായത് താഴെയുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് മേലെ വരുന്നതെങ്കിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ലോഗ് മോഡ് താഴെയുള്ള ഫംഗ്ഷൻ. ഈ കേസിൽ നോക്കി നോക്കൂ, എസ് മൈനസ് 2ന്റെ ഡെറിവേറ്റീവ് ആയ 1 ആണ് മേലെ വരുന്നത്. അപ്പം ഇതിന്റെ ആൻസർ ലോഗ് മോഡ് എസ് മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി that's equal to ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. ലോഗ് ഇൻഫിനിറ്റി. ലോഗ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എസിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി മൈനസ് 2 വരും. അത് ഇൻഫിനിറ്റി ആണ്. ലോഗ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എസിന് എസ് തന്നെ കൊടുക്കുക. അപ്പൊ ഇവിടെ എന്താണോ ഫംഗ്ഷൻ അത് അതേപോലെ തന്നെ നിൽക്കും. സോ ലോഗ് മോഡ് എസ് മൈനസ് 2 ഇതായിരിക്കും ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് ഡിവിഷൻ ബൈ ടി റൂൾ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പോലെ ചെയ്യാം. സൈൻ 3t എടുക്കാം. സൈൻ 3t ബൈ ടി. ഓക്കെ, ഇതും ബൈ ടി ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ബൈ ടീനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. ഈ കേസിൽ എൽ ഓഫ് സൈൻ 3t. അപ്പം സൈൻ 18ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഈ കേസിൽ എ 3 ആയതുകൊണ്ട് 3 ബൈ എ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ്. So
ഇന്റഗ്രൽ ഓഫ് സൈൻ 3t by t ഈക്വൽ ടു നമ്മുടെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ആൻസർ ഇന്റഗ്രൽ s to infinity f of s ds. ഈ കേസിൽ f of s 3 by s square plus 9 ആണ് ds. That's equal to 3 നെ ഔട്ട്സൈഡ് എടുത്ത് 3 into integral s to infinity 1 by s square plus 9 നെ മാറ്റിയതാണ് 3 square ds. That's equal to 3 into നമുക്ക് 1 by h square plus a square എന്നുള്ള ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്താണെന്ന് അറിയണം. ഇന്റഗ്രൽ 1 by h square plus a square dx equal to 1 by a tan inverse x by a പ്ലസ് സി ഉണ്ടാവും. ഇന്റഗ്രേഷനിൽ പഠിക്കുന്ന ഒരു റിസൾട്ട് ആണിത്. സോ ഇവിടെ എക്സിന് പകരം എസും എക്ക് പകരം 3 ആയതുകൊണ്ട് ആൻസർ 1 by a എന്നുള്ളത് 1 by 3 into tan inverse s by 3. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് പ്ലസ് സി കൊടുക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ 3 കട്ടായി പോകും. ലിമിറ്റ് കൊടുക്കേണ്ടത് s to infinity. സോ ദാറ്റ്സ് ഈക്വൽ ടു ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്താൽ s ഇൻഫിനിറ്റി ബൈ 3 ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ tan ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ലോവർ ലിമിറ്റ് s ന് s തന്നെ കൊടുക്കുക. അപ്പോൾ ഈ ഫംഗ്ഷൻ അതേപോലെ തന്നെ ഉണ്ടാവും. tan ഇൻവേഴ്സ് s by 3 ദാറ്റ്സ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഇൻഫിനിറ്റി ഈക്വൽ ടു പൈ ബൈ 2 ആയിരിക്കും. സോ പൈ ബൈ 2 മൈനസ് tan ഇൻവേഴ്സ് s by 3. ഇതാണ് ആൻസർ. അപ്പൊ ഈ രീതിയിലാണ് ഡിവിഷൻ ബൈ ടി റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, താങ്ക് യു.